ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലേക്കായിട്ട് അവരുടെ എൻറ്റിറ്റി കൊമേഴ്സ്യൽ വെഹിക്കിൾ എൻറ്റിറ്റിയും അതിനോടൊപ്പം തന്നെ പാസഞ്ചർ വെഹിക്കിൾസ് തമ്മിലുള്ള ആ ഒരു ഡീമേർജിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം ചില പ്രൈസ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നമുക്ക് ഈ ഓഹരിയിൽ കാണാനും സാധിച്ചിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിക്ഷേപകരെ കംപ്ലീറ്റ് ആയിട്ട് നിരാശപ്പെടുന്ന തരത്തിലൊരു പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഒരു ദിവസം പരിശോധിക്കുമ്പോഴേക്കും രണ്ട് തരത്തിലുള്ള ന്യൂസാണ് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച്. പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസും വന്നിട്ടുണ്ട്, ഒപ്പം തന്നെ നെഗറ്റീവായിട്ടൊരു ന്യൂസും വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ നമുക്ക് പോസിറ്റീവ് ന്യൂസിലേക്ക് തന്നെ കടക്കാം. പോസിറ്റീവ് ന്യൂസ് സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും അവരുടെ ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ അതായത് ദീപാവലി സീസൺ പരിശോധിക്കുമ്പോഴേക്കും വളരെ ശക്തമായിട്ടൊരു സെയിൽസ് നടത്താനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ എക്സ്ചേഞ്ച് ഫൈനൽ കമ്പനി അറിയിച്ചിരിക്കുന്നത്. വളരെ ശക്തമായിട്ട്, അതായത് ഈ ഒരു GSTയിലുണ്ടായ മാറ്റം അടക്കം വളരെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള വളരെ പോസിറ്റീവായിട്ട് അപ്ഡേഷൻ വന്നിട്ടുണ്ട്. മറുവശത്ത് JLRൻ്റെ കേസിലേക്ക് എത്തുമ്പോഴേക്കും കമ്പനിക്ക് കംപ്ലീറ്റ് ആയിട്ട് JLR, അതായത് സൈബർ അറ്റാക്കിനെ തുടർന്ന് ധാരാളം ഇഷ്യൂസൊക്കെ JLR യൂണിറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു, മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് തിരിച്ച് അതിൻ്റെ ഒരു ഓപ്പറേഷൻ എഫിഷ്യൻസിയിലേക്ക് വരണമെങ്കിൽ അടുത്ത വർഷം മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് കൂടിയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും JLRൻ്റെ റവന്യൂവിലും സെയിൽസിലും അടക്കം ഒരുപക്ഷെ ഒരു കുറവ് കൊണ്ടുവന്നേക്കാം എന്നൊരു അപ്ഡേഷൻ കൂടി കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ പല അനലിസ്റ്റുകളുടെ അഭിപ്രായം പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും വേഴ്സ് കേസ് ഈ ഒരു സെക്ടറിൽ, അതായത് ടാറ്റ മോട്ടോഴ്സിൽ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. സോ ടാറ്റ മോട്ടോഴ്സിലുള്ള അനലിസ്റ്റുകളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? കറൻ്റ്ലി റീകവറി കാൻഡിൽസ് ആണ് ഫോം ചെയ്യുന്നത്. ലാസ്റ്റ് 5 days ആയിട്ട് സ്ട്രോങ് പ്രൈസ് ആൻഡ് വോളിയം കോൺട്രാക്ഷൻ ആണ്. കൂടാതെ 379 എന്നത് ടാറ്റ മോട്ടോഴ്സിൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണായി ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റീസെൻ്റ്ലി സെൽ ഓഫ് നടന്ന 3rd ഒക്ടോബറിലാണ് വോളിയം ബേസ്ഡ് സെൽ ഓഫ് നമുക്ക് ടാറ്റ മോട്ടോഴ്സിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 436 എന്ന ഹൈ റിജക്ഷൻ സോൺ മറികടക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൽ വീണ്ടും ഒരു മൊമെൻ്റം റാലി എക്സ്പെക്ട് ചെയ്യാമെന്നാണ് അനലിസ്റ്റുകൾ ഒപ്പീനിയൻ. കറൻ്റ്ലി ഒരു റാലി അറ്റംപ്റ്റ് സ്റ്റേജിലാണ് ടാറ്റ മോട്ടോഴ്സ് ട്രേഡ് ചെയ്യുന്നത്. ലാസ്റ്റ് 5 days ആയിട്ട് മൊമെൻ്റം ബിൽഡപ്പ് കാൻഡിൽസ് ആണ് ഫോം ചെയ്യുന്നത്.